So hi everyone, welcome to the world of digital marketing at Enric. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയുന്നൊരു കാര്യമാണ് ChatGPT. അപ്പോൾ ChatGPT നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ChatGPT നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷേ അതിൽ നമ്മൾ അറിയാത്ത ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ChatGPT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെമ്മറി വെച്ചിട്ടായിരിക്കും പിന്നീടുള്ള നമ്മുടെ സെർച്ചേഴ്സിനൊക്കെ അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ രീതിയിലാണ് ChatGPT വർക്ക് ചെയ്യുന്നത്. പക്ഷേ ChatGPTയിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കമോൺ, നമുക്ക് അതിലോട്ടേക്ക് കിടക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററി വെച്ചിട്ടായിരിക്കും നമുക്ക് റെസ്പോൺസസ് അവർ തരുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും നമ്മൾക്ക് വേണ്ടാത്ത നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കണ്ട, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ട, ജസ്റ്റ് ഒരു റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾക്ക് അതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ് ടെമ്പററി ചാറ്റ്. അതായത് അത് നമ്മളുടെ ഇൻകോഗ്നിറ്റോ മോഡ് പോലെയാണ് നമുക്ക് വർക്ക്. ഇപ്പോൾ ഗൂഗിൾ ക്രോമിൽ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്കിപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട എന്നാണ് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡായിരിക്കും നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ ChatGPTയിൽ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് വർക്ക് ആവുന്നതാണ് ഈ ടെമ്പററി ചാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഈ ടെമ്പററി ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം ഇവിടെ ഇപ്പം എന്തെങ്കിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ്, ഗിവ് മീ 5 real concepts related to digital marketing എന്ന് ഞാൻ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന എന്താ പറയുക ഐഡിയാസ് അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന റെസ്പോൺസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോർഡ് ആയിരിക്കില്ല, മെമ്മറിയിൽ സ്റ്റോർഡ് ആയിരിക്കില്ല. അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കില്ല പിന്നീട് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വരുന്നത്. അപ്പം ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ചാറ്റ് മോഡ് നമുക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലേ. ഈ ടൂൾസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രിയേറ്റ് എൻ ഇമേജ്, സെർച്ച് ദ വെബ്, റൈറ്റ് എ കോഡ്, റൺ ഡീപ്പ് സെർച്ച്, തിങ്ക് ഫോർ ലോങ്ങർ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഫോർ ഇൻ കേസ് നമ്മൾക്കിപ്പം എസ്പെഷ്യലി നമുക്കൊരു ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് എൻ ഇമേജ് കൊടുത്തിട്ട് നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു പ്രോംപ്റ്റ് അവർ എടുക്കുന്നത്. ആൻഡ് അതിനനുസരിച്ചുള്ള എന്താ പറയുക ഇമേജ് നമ്മൾക്ക് തരും. ആൻഡ് അതല്ല ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾക്ക് റിസർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിപ്പം വിൽ AI റീപ്ലേസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ എന്ത് ചെയ്യും, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സസും നല്ല രീതിയിൽ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ടായിരിക്കും ആ സോഴ്സസിൻ്റെ പേരടക്കമായിരിക്കും നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് റെസ്പോൺസ് കാണിക്കുന്നത്. സോ ഡീപ്പായിട്ട് എന്തെങ്കിലും റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ChatGPT യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൂൾസിൽ നമ്മൾക്ക് എന്ത് കൊടുക്കാം, റിസർച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. അത് രണ്ടാമത്തത്. ആൻഡ് മൂന്നാമത്തെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും റൈറ്റ് ഓർ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്കൊരു ക്യാൻവാസ് നമ്മൾക്ക് എന്ത് ചെയ്യാം ChatGPTയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. നമുക്കൊരു കോഡ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു PDF അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്കൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടൂൾസിൽ നമുക്ക് ക്യാൻവാസ് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കൊടുക്കുകയാണ് ഗിവ് മീ എ ബ്രീഫ് about how AI helps digital marketers എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം അതിൽ വരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് എനിക്ക് കണ്ട ഒരു ക്യാൻവാസ് മോഡലായിരിക്കും എനിക്ക് അതിൻ്റെ റെസ്പോൺസ് നമുക്ക് വരുന്നത്. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊരു സൈഡിൽ കാണാം. ആൻഡ് അതിൻ്റെ ഒരു ക്യാൻവാസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ കിട്ടും. സോ അങ്ങനെ ക്യാൻവാസ് നമ്മൾക്ക് ഇപ്പം കോഡ് എഴുതാനോ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്കൊരു ക്യാൻവാസ് മോഡിൽ നമ്മൾക്ക് ChatGPTനെ മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇതൊക്കെ എന്താണ്, സ്റ്റോർഡാണ്. ഞാൻ ഓൾറെഡി ഏത് രീതിയിലാണോ ഞാൻ ChatGPTനോട് മുമ്പ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഞാൻ എൻക്വയറീസ് ചെയ്തത്
അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു മെമ്മറി വെച്ചിട്ടായിരിക്കും എനിക്ക് ബാക്കിയുള്ള റെസ്പോൺസസ് കിട്ടുന്നത്. അപ്പം അതെനിക്ക് ഇനി ഡിലീറ്റ് ചെയ്യണം. ഇനി എൻ്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കണ്ട. ആ ഹിസ്റ്ററിയിൽ നിന്ന് മാറിയിട്ടാണ് എനിക്ക് അതായത് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, എനിക്ക് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ കംപ്ലീറ്റ് ചാറ്റ്സും എനിക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഡിലീറ്റ് ഓൾ കൊടുക്കുമ്പം ഇവിടെ തന്നെ ഉണ്ട് ടു ക്ലിയർ എനി മെമ്മറീസ് ഫ്രം യുവർ ചാറ്റ്സ്. എൻ്റെ ചാറ്റിലുള്ള ചാറ്റ് ജി പി ടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ മെമ്മറീസും ഇവിടെ ക്ലിയർ ചെയ്യും. ആൻഡ് ക്ലിയർ ചെയ്തിട്ട് പക്ക ന്യൂ ചാറ്റായിട്ടായിരിക്കും അതൊരു റീസ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ചാറ്റ് ജി പി ടി വീണ്ടും നമുക്ക് പ്രവർത്തിക്കേണ്ടി വരാം. ഓക്കെ, സോ അതാണ് കംപ്ലീറ്റ് മെമ്മറി എന്താ പറയുക ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വേറൊരു കാര്യം നമ്മൾ പറയുമ്പം നമ്മളുടെ ഒരു പേഴ്സണലൈസേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ചാറ്റ് ജി പി ടിയിൽ നിന്നും വരുന്ന റെസ്പോൺസസിനെ നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ട് പേഴ്സണലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാബിൽ നമുക്ക് പോവാം. ആൻഡ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വാട്ട് ഷുഡ് ചാറ്റ് ജി പി ടി കോൾ യു. നമ്മൾ എന്ത് പേര് വെച്ചിട്ടായിരിക്കണം ചാറ്റ് ജി പി ടി നമ്മൾ കോൾ ചെയ്യേണ്ടത്, അങ്ങനെ നമുക്കൊരു പേര് നമുക്ക് കൊടുക്കാം. ആൻഡ് വാട്ട് ഡു യു ഡു, എന്താണ് ആക്ച്വലി എൻ്റെ റോൾ, ഞാൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. ആൻഡ് വാട്ട് റൈറ്റ്സ് ഷുഡ് ചാറ്റ് ജി പി ടി ഹാവ്, അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് ചാറ്റ് ജി പി ടി ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളൊരു എൻക്വയറി കൊടുക്കും, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പം എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം ചാറ്റ് ജി പി ടി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും എനിക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. പിന്നെ ലൈക്ക് ഏതൊക്കെ ഓഡിയൻസിനായിരിക്കണം ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ഈ ഒരു ട്രൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലം. ആൻഡ് എനിത്തിങ് എൽസ് ചാറ്റ് ജി പി ടി ഷുഡ് നോ അബൌട്ട് യു. ആൻഡ് അതർ ദാൻ ദാറ്റ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. അതർ ദാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് മാർക്കറ്റിങ്ങിൽ എന്താ പറയുക ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നോളേജ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവിടെയും കൂടിയും നല്ല രീതിയിലൊന്ന് എന്താ പറയുക എൻ്റെ ഒരു മികവ് എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഇനി അതല്ലാതെ ദാൻ ദാറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഞാൻ ബെറ്ററാണ്. ആൻഡ് പിന്നെ പ്രൊഫഷണൽ രീതിയിലാണോ ഇനിയിപ്പം നിങ്ങൾക്ക് വരേണ്ട റെസ്പോൺസൊക്കെ പ്രൊഫഷണൽ രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്, അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ ചാറ്റ് ജി പി ടി നമ്മളെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് വരുന്ന റിസൾട്ട്സിനെ റെസ്പോൺസസിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വൺസ് ചാറ്റ് ജി പി ടി ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്ത് എനിക്ക് അതിലൊരു റെസ്പോൺസ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇപ്പം ആ റെസ്പോൺസിൽ എന്തെങ്കിലും ഒരു ഭാഗം മാത്രം എനിക്കിപ്പം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു വേർഡ് മാത്രം അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയണം. അപ്പോൾ അങ്ങനത്തെ കേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാറ്റ് ജി പി ടി തന്ന റെസ്പോൺസിൽ തന്നെ എനിക്ക് കോമെൻറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചാറ്റ് ജി പി ടിയുടെ അടുത്ത് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കിവിടെ റെസ്പോൺസ് തന്നിട്ടുണ്ട്, ഈ റെസ്പോൺസിനെ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക റെസ്പോൺസ് പ്രോംപ്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. സോ ദാറ്റ് എനിക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് വീണ്ടും എനിക്ക് കിട്ടും. അതായത് ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ആ ഒരു റെസ്പോൺസ് കിട്ടി കഴിഞ്ഞാൽ ആ റെസ്പോൺസിനെ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചാറ്റ് ജി പി ടിയിൽ എന്താ പറയുക അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രീഫായിട്ടുള്ള റെസ്പോൺസ് വീണ്ടും എനിക്ക് കിട്ടും. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഹാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ചാറ്റ് ജി പി ടിയുടെ പ്രോ വേർഷൻ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കിട്ടും. ആൻഡ് ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ ഏതെങ്കിലും ടോപ്പിക്ക് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ഡൗൺ ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.